Hi friends, it's me Val. Hello friends, it's me Sri. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ്, ഒരു ഹെൽത്തി ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനോ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ദോശയാണ്. അത് ഉലുവ ദോശയാണ്. ഉലുവ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ദോശയാണ്. ഫെനുഗ്രീക്ക് സീഡ്സ് എന്ന് പറയും, എല്ലാവർക്കും അറിയാമായിരിക്കും ഫെനുഗ്രീക്ക് സീഡ്സ്. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഡയബറ്റിക്സ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ഇതിനൊക്കെ നല്ല ഉലുവ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫുഡിൽ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ദോശ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഉലുവ എന്ന് പറയുമ്പോൾ കയ്പ്പ്, അങ്ങനത്തെ ഒരു കയ്പ്പോ അങ്ങനത്തെ ഒരു ഫ്ലേവറും ഇല്ല. നമുക്ക് നോർമൽ ദോശ പോലെ തന്നെ തോന്നുള്ളൂ. കുറേ അതിൻ്റെ കൂടെ ഞങ്ങൾ കുറേ ഇൻഗ്രീഡിയൻസ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഹോൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉലുവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസമേ തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും അതുപോലെ തന്നെ ഉലുവയും തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാറാണ് പതിവ്. സാധാരണ ഒരു 4 മണിക്കൂർ മതിയാവും അത് കുതിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു 2 കപ്പ്, ഞങ്ങൾ 3 പേർക്ക് വേണ്ടിയിട്ട് 2 കപ്പ് അരിയാണ് കുതിർത്താൻ വേണ്ടി ഇടുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഈ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 ml 2 കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ഗ്ലാസ് പച്ചരിയാണ്. ഇത് ഓർക്കുക, എപ്പോഴും ഉലുവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയും അതുപോലെ തന്നെ ഉലുവയുമാണ് വേണ്ടത്. ഞാനിവിടെ എടുക്കുന്നത് ഉലുവ എന്ന് പറയുന്നത് ഒരു എടുത്തിരിക്കുന്ന കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1/4, അതായത് 1/4 കപ്പ്. അത് മുഴുവൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 കപ്പാണ് എടുക്കുന്നത്. സാധാരണ കൈയളവ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിടി ആണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഉലുവ. അപ്പം ഇതും കൂടി നമ്മൾ ഈ അരിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുതിർത്താൻ വെക്കാം. ഒരു 4 മണിക്കൂർ കുതിർത്തിയാൽ മതി. ഞാൻ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഇട്ട് വെക്കും. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെ ഉലുവയും വെള്ളത്തിൽ 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്റ്റേജിൽ തന്നെ നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം അത് കുതിർത്താനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ നാളെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ദാ അരി കഴുകി ക്ലീൻ ചെയ്ത് കുതിരാൻ വേണ്ടി വെക്കുന്നു. ഉലുവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തന്നെ അരിയും അതുപോലെ തന്നെ ഉലുവയും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇപ്പം ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി അതിന് വേണ്ട ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയാണ്. ഉള്ളി ഒരു 20-25 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളകാണ് ഇവിടെ വേണ്ടത്. കുരുമുളക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗൾ ചോറ്. ഈ ചോറ് എന്തിനാണ് നമ്മൾ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയ്ക്ക് ഭയങ്കരമായിട്ട് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വറ്റൽമുളക്, ഇതൊരു 10-15 വറ്റൽമുളകോളം ഉണ്ട്. അത്ര വലിയ വറ്റൽമുളകല്ല, ഒരു മീഡിയം സൈസ് വറ്റൽമുളക് ഞാനൊരു 15 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വേപ്പിലയും. ഇത്രയുമാണ് നമ്മൾക്ക് ഉലുവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾക്ക് ഈ അരി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്കിത് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇത് മിക്സിയുടെ ബൗളിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട്, ദോശയ്ക്കുള്ള പരുവാണല്ലോ, അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അടിക്കാനായിട്ട്. കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അരിയും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് മിക്സിയിൽ തന്നെ കുറച്ച് ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്, മാവ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് നേരത്തെ കണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾക്ക് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് ഞാൻ ഈ മിക്സിയിലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 20-25 ഉണ്ടാവും ഉള്ളി. അതുപോലെ തന്നെ കുരുമുളക്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ വറ്റൽമുളക്, വേപ്പില. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ഇതായപ്പോൾ ഞങ്ങൾ ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയിലിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ 1 കപ്പ് ചോറ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഉപ്പ് ചേർത്തിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട്. ഒന്നുകൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും ചുമന്ന മുളകും ചോറ് അതുപോലെ വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞങ്ങളിവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞങ്ങൾ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ദോശക്കല്ലിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് സവോളയുടെ അറ്റമില്ലേ അത് മുറിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ദോശക്കല്ലിൽ ഇങ്ങനെ ആദ്യമേ തന്നെ എണ്ണ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ദോശ അടുക്കി പിടിക്കാണ്ട് നമ്മൾക്ക് കിട്ടും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് വെളിച്ചെണ്ണ ഞങ്ങൾ തൂകി കൊടുക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ഇവിടെ ചെറിയുള്ളിയാണ് കേട്ടോ ഈ ദോശയിൽ അരച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള യൂസ് ചെയ്തും ഈ ദോശ അരച്ചെടുക്കാവുന്നതാണ്. പിന്നെ മുളക് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം മുളക് ഇടാനായിട്ട്. എരിവ് അധികം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ മുളക് യൂസ് ചെയ്താൽ മതി. പിന്നെ ഉലുവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാനും വെയിറ്റ് ലോസിനും ഒക്കെ ഉലുവ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഈ ദോശ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഞങ്ങളിവിടെ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ദോശ കഴിക്കാൻ ചട്നി യാതൊരു നിർബന്ധവുമില്ല. അതായത് നമുക്ക് ഒരു കറിയില്ലെങ്കിലും ഈ ദോശ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഉലുവ ദോശ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ഈസ് ഗോൾഡ്. ബൈ. താങ്ക് യു.